നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം LPG ഗ്യാസ് കത്തുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ബുക്ക് ചെയ്യാറാണ് പതിവ്. അങ്ങനെയുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. LPG ഗ്യാസുകൾക്ക് നിർബന്ധമായി സർക്കാർ പറഞ്ഞതായിരുന്നു 2023 ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത LPG ഗ്യാസുകൾക്ക്, അതായത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസുകൾക്ക് 2025 ജനുവരി 1 മുതൽ ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അത് നമുക്ക് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസായിട്ട് കണക്കാക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇതുവരെയും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും ലിങ്ക് ചെയ്യുക. ഇപ്പോഴും പല ആളുകളും ലിങ്ക് ചെയ്യാത്തതിന് കാരണമായി പറയുന്നത് ആധാറിൻ്റെ ഓണർ വിദേശത്തായിരിക്കും, അതുപോലെ അല്ലെങ്കിൽ ആധാറിൻ്റെ ഓണർ മരണപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷനിലെ ബുക്കിൽ നമ്മുടെ പേരും ആധാറിലെ പേരും വ്യത്യാസമുണ്ടാകും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് പല ആളുകളും ഇനിയും ബുക്ക് ചെയ്യാത്തുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരുടെ പേരിലാണ് ഇപ്പോൾ ഗ്യാസ് ഉള്ളത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും, അതുപോലെ തന്നെ പുതിയത് ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് അവരുടെ പേരിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് നമ്മുടെ ഗ്യാസ് ഏജൻസി ചെന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് പുതിയ പേരിലേക്ക് മാറുകയും അതിനുശേഷം ചെറിയ രൂപത്തിലുള്ളൊരു ഫൈൻ അടക്കുകയും അതിനുശേഷം നമ്മുടെ ലിങ്കുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ മരണപ്പെട്ട പേരുടെ ആളുകളാണെങ്കിൽ അതിന് പ്രത്യേക ഫീസോ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. അവരുടെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പുതിയ ആളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒരു കോപ്പി ഫോട്ടോയും ചെന്ന് ഗ്യാസ് ഏജൻസിയിൽ ചെന്നാൽ മതിയാകും. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നിർബന്ധമായി അങ്ങനെ ചെയ്യുക. അല്ലാത്ത പക്ഷം ഇനി ബുക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ആധാർ നമുക്ക് ഗാർഹിക ആവശ്യത്തിനുള്ള ആധാർ ബുക്ക് ചെയ്യാനോ മറ്റോ സാധിക്കുകയില്ല. സർക്കാർ കർശനമായി തന്നെ ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ആളുകൾ നിർബന്ധമായും സ്വന്തം പേരിലേക്ക് മാറ്റി ആധാറുമായി ലിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഒരു കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത് ആധാറിൽ അവരുടെ മൊബൈൽ നമ്പറിൽ കൂടി ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും, ഈ ഒരു ഗ്യാസ് മസ്റ്ററിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും ആധാറിലെ മൊബൈൽ നമ്പർ അത്യാവശ്യമായി വരുന്നുണ്ട്. ഇതുവരെയും ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക. മൊബൈൽ നമ്പർ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിങ്ക് ചെയ്യുകയും 2 ദിവസങ്ങൾ തന്നെ അതിൻ്റെ മെസ്സേജും കാര്യങ്ങളും വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഈ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കുക. 2001 ജനുവരി 1 ശേഷം വരെ ഇവർക്ക് വളരെ രൂപത്തിലുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി പുതിയ വീഡിയോസുമായി കാണാം.